നമ്മളെ ഇവിടെ നിന്നുള്ള യാത്രകളുണ്ടല്ലോ, അതിലൊരു കാലത്ത് ആളുകൾ ഏറ്റവും അധികം പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഉസ്ബെക്കിസ്ഥാൻ. കഴിഞ്ഞാൽ ഇന്ത്യക്കാരനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രാജകീയമായ നമസ്തേ നമസ്തേ എന്നും പറയും. അതുപോലെ തന്നെ നമുക്കൊന്നും പരിചയമില്ലാത്ത പഴയ ഹിന്ദി സ്റ്റാറുകളുടെ ഒക്കെ പേരാണ് നമ്മളോട് പറയാം. രാജ് കപൂറിന്റെ എല്ലാവർക്കും രാജ് കപൂറിന്റെ മിഥുൻ ചക്രവർത്തി അവിടെ പോയിട്ടുണ്ടെന്തോ ഒരു ഷോയിലാണ് ഒരിക്കലും. അതുകൊണ്ട് അദ്ദേഹം ഭയങ്കര പോപ്പുലർ ആണ് ആ പ്രദേശത്തേക്ക്. നമ്മളൊരു ഹോട്ടലിൽ പോയ സമയത്ത് അയാൾ കഷ്ടപ്പെട്ട് കുറേ നേരം തപ്പിയിട്ട് ഇന്ത്യൻ പാട്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പഴയ ഹിന്ദി പാട്ടുകൾ ഇട്ട് എന്നിട്ട് മൂപ്പരോട് ഇരുന്ന് അങ്ങനെ പാടുകയാണ്. നമ്മളെ ഇവിടെ നിന്നുള്ള യാത്രകളുണ്ടല്ലോ, അതിലൊരു കാലത്ത് ആളുകൾ ഏറ്റവും അധികം പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഉസ്ബെക്കിസ്ഥാൻ. അതിന് കാരണം എന്ന് വെച്ചാൽ വിസൈർ എന്ന് പറയുന്ന വിമാന കമ്പനി കഴിഞ്ഞ സെപ്റ്റംബർ വരെയും അബുദാബിയിൽ നിന്ന് സമർഖണ്ഡിലേക്ക് അവർക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. താഷ്കണ്ടിലേക്ക് രണ്ടിടത്തേക്കുണ്ടായിരുന്നു. വളരെ ചെറിയ പൈസക്ക്, അതായത് എനിക്ക് തോന്നുന്നു നേരത്തെ ബുക്ക് ചെയ്യണമെങ്കിൽ 199-299 റേഞ്ചിനൊക്കെ അവർ ടിക്കറ്റ് കൊടുത്തുകൊണ്ടിരുന്ന സിറ്റികൾ. അപ്പോൾ ഒരുപാട് ആളുകൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് ഉസ്ബെക്കിസ്ഥാനിലേക്ക്. ഒരു ഈസിലി അക്സസബിൾ അല്ലെങ്കിൽ ചീപ്പ് ഒരു ഭാഗത്ത്, 2 UAE എമിറേറ്റ്സ് ഐഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങുന്ന ആൾക്ക് ഒരു മാസം ഫ്രീ ആയിട്ട് അവിടെ മറ്റ് ഇതൊന്നും ഇല്ലാണ്ട് അവർ താമസം എൻട്രി തരും. ഇങ്ങനെയൊക്കെ ഉള്ളൊരു രാജ്യമാണത്. ഇതിനൊക്കെ അപ്പുറത്ത് കൾച്ചറലായിട്ട് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഈ സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്കുകളിൽ ഏറ്റവും അധികം നമുക്ക് ഹോംലി ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഉസ്ബെക്കിസ്ഥാൻ. അപ്പം അതിൽ എനിക്ക് ഒരിക്കലും ഉസ്ബെക്കിസ്ഥാനിൽ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഫീൽ ചെയ്തെന്താണെന്ന് വെച്ചാൽ, മറ്റു പല രാജ്യങ്ങളിലും പോകുന്ന സമയത്ത് ഇന്ത്യക്കാർ എന്ന് പറയുന്ന സമയത്ത് അത് അത്ര വെൽക്കമിങ് അല്ലെങ്കിൽ പോലും ഉസ്ബെക്കിസ്ഥാനിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ഇന്ത്യക്കാരനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രാജകീയമായ നമസ്തേ എന്നും പറയും. അതുപോലെ തന്നെ നമുക്കൊന്നും പരിചയമില്ലാത്ത പഴയ ഹിന്ദി സ്റ്റാറുകളുടെ ഒക്കെ പേരാണ് നമ്മളോട് പറയാം. പാട്ടുകൾ നമ്മുടെ എന്താണ് രാജ് കപൂറിന്റെ എല്ലാവർക്കും രാജ് കപൂറിന്റെ മിഥുൻ ചക്രവർത്തി അവിടെ പോയിട്ടുണ്ടെന്തോ ഒരു ഷോയിലാണ് ഒരിക്കലും. അതുകൊണ്ട് അദ്ദേഹം ഭയങ്കര പോപ്പുലർ ആണ് ആ പ്രദേശത്തേക്ക്. നമ്മളൊരു ഹോട്ടലിൽ പോയ സമയത്ത് അയാൾ കഷ്ടപ്പെട്ട് കുറേ നേരം തപ്പിയിട്ട് ഇന്ത്യൻ പാട്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പഴയ ഹിന്ദി പാട്ടുകൾ ഇട്ട് എന്നിട്ട് മൂപ്പരോട് ഇരുന്ന് അങ്ങനെ പാടുകയാണ്. അവർക്ക് ഇന്ത്യക്കാരോട് ഇത്രയും റെസ്പെക്ട്, ബഹുമാനം അത് എല്ലാ പ്രായക്കാർക്കും. അല്ല, അതിൽ 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ മുഗൾ സാമ്രാജ്യം എന്ന് പറയുന്ന സാധനം തുടങ്ങുന്നത് പിന്നെ ഉസ്ബെക്കിസ്ഥാൻ എന്നാണ് യഥാർത്ഥത്തിൽ. പിന്നെ നമ്മളെ ബാബർ ചക്രവർത്തി എന്ന് പറയുന്നത് അദ്ദേഹം ഉസ്ബെക്കിസ്ഥാൻകാരനാണ്. ബാബർ ചക്രവർത്തി ഉസ്ബെക്കിസ്ഥാനിൻ്റെ അന്ദിജാൻ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് അദ്ദേഹത്തിൻ്റെ പടയോട്ടം തുടങ്ങുന്നത്. അന്ദിജാനിൽ അദ്ദേഹം പിന്നെ അങ്ങനെ താജിക്കിസ്ഥാൻ വഴി അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്ന് അങ്ങനെയാണ് അദ്ദേഹം ഇന്ത്യയിൽ വരുന്നത്. അപ്പം ബാബർനാമയിൽ ഒരു സ്ഥലത്ത് അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ ഇന്ത്യനെക്കുറിച്ച് വളരെ, നമുക്കിപ്പോൾ വായിക്കുമ്പോൾ വളരെ മോശമായിട്ട് തോന്നും. ഇന്ത്യ പിന്നെ ദരിദ്രന്മാരായ ആളുകളുടെ രാജ്യമാണ്, ഇവിടെ മേൽക്കുപ്പായില്ല, നല്ല തണുത്ത കാലാവസ്ഥയില്ല, നല്ല മേൽത്തരം ഫലങ്ങൾ, ആപ്പിള് വത്തക്കയൊന്നും, അതായത് പിന്നെ വാട്ടർമെലണൊന്നും കിട്ടാനില്ലാത്ത വളരെ രാജ്യമായിട്ടാണ് അദ്ദേഹം ഇന്ത്യനെ കണ്ടിട്ടുള്ളത്. പക്ഷെ ആ ചക്രവർത്തി ഇന്ത്യയിൽ ജീവിക്കുകയും ഇന്ത്യൻ്റെ ഒരു ഇന്ത്യ ഒരു മഹാസാമ്രാജ്യമാക്കിയിട്ട് വികസിപ്പിക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹം കൊണ്ടുവന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ ഇപ്പോഴും ഉണ്ട്. ഭാഷയിലും വേഷത്തിലും ഭക്ഷണത്തിലും ഒക്കെ ഉണ്ട്. നിങ്ങൾ പോയിട്ട് നിങ്ങൾ ചിലപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഉസ്ബെക്കിസ്ഥാനിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അവിടുന്ന് നമ്മൾ ചില ഭക്ഷണങ്ങളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല രസം. അപ്പോൾ ഒരു സംസ എന്ന് പറയും. നമ്മളെ സമൂസയാണ് അവർ സംസ എന്ന് പറയുന്നത്. അപ്പം അപ്പോഴാണ് നമ്മൾ അറിയുന്നത് സമൂസയുടെ ഒറിജിൻ അവിടെയാണ്. അതുപോലെ തന്നെ പുലാവ്, ബിരിയാണിയുടെ ആദ്യമ രൂപമാണ് പുലാവ്. ബിരിയാണി അവിടുന്ന് നമ്മളെ രാജ്യത്തേക്ക് വന്നിട്ടാണ് അത് ചെറിയ മാറ്റങ്ങളോടുകൂടി പുലാവ് ആവുന്നത്, അല്ല ബിരിയാണി ആവുന്നത്. അപ്പോൾ പുലാവിന് പുലാവ് എന്നാ പറയാ, പ്ലാവ്. അപ്പം അത് മാത്രമല്ല, പിന്നെ റൊട്ടി, തന്തൂരി റൊട്ടി എന്ന് പറയുന്ന സാധനം അവിടുന്നാണ്. ഈ തന്തൂരി അടുപ്പും റൊട്ടിയൊക്കെ വരുന്നത് ഒരു പക്ഷേ അവിടുന്നാണ്. അപ്പോൾ ഞാൻ പറയുന്നത് അത് മാത്രമല്ല, ഉറുദു ഭാഷയിലെ ഒട്ടുമിക്ക വാക്കുകളും ഉസ്ബെക്കിസ്ഥാൻ ഭാഷയിലുണ്ട്. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അതിങ്ങനെ മനസ്സിലാവും. നമുക്ക് അവർ സംസാരിക്കുന്ന തന്നെ കുറച്ച് നേരം കേട്ടുന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭാഷയാണ്. ഇതൊരു ഭാഗത്ത്. മറുഭാഗത്ത് പിന്നെ ഉസ്ബെക്കിസ്ഥാനുമായി ബന്ധപ്പെട്ട് പിന്നെ ഒരു സാംസ്കാരികമായിട്ട് അറബ് ലോകത്തിൻ്റെയും മുസ്ലിം ലോകത്തിൻ്റെയൊക്കെ ഒരുപാട് കണക്ഷനുള്ള രാജ്യമാണ്. ഇപ്പോൾ സമർക്കണ്ട് ഫോർ എക്സാമ്പിൾ, സമർക്കണ്ടിനെ നമ്മൾ പലപ്പോഴും തൈമൂറുമായിട്ട് ചേർത്ത് മാത്രമാണ് മനസ്സിലാക്കുക. അപ്പോൾ തൈമൂർ ചക്രവർത്തിയെ നിങ്ങൾ ഉസ്ബെക്കിസ്ഥാനിൽ എവിടെ പോയി കഴിഞ്ഞാലും ഭയങ്കര ബഹുമാനത്തോടു കൂടി ആളുകൾ കാണുന്ന ഒരാളാണ് തൈമൂർ ചക്രവർത്തി. എന്നാൽ തൈമൂർ ചക്രവർത്തിയെ നമ്മളൊരു മോഡേൺ
വേൾഡിൻ്റെ കാഴ്ചപ്പാടിൽ പുറത്തുനിന്ന് നോക്കുകയാണെങ്കിൽ അദ്ദേഹം അത്രയൊന്നും ആഘോഷിക്കപ്പെടേണ്ട ഒരു മനുഷ്യനായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം ഉദാഹരണത്തിന് ഡൽഹിയിൽ തൈമൂർ ആക്രമണം നടത്തിയിട്ട് ഡൽഹിയിൽ ആകെയുള്ള ജനതയുടെ 1/3 അദ്ദേഹം കൊന്നിട്ടാണ് തിരിച്ചു പോകുന്നത്. ഡൽഹിയിലുള്ള മുഴുവൻ സമ്പത്തും അക്കാലത്ത് അലാവുദ്ദീൻ ഖിൽജിയും മറ്റുമൊക്കെ ഉണ്ടാക്കി വെച്ച ഡൽഹിയെ പൂർണ്ണമായും നശിപ്പിച്ചിട്ട് പ്രധാനപ്പെട്ട മുഴുവൻ സ്മാരകങ്ങളും പൊളിച്ച് ഏകദേശം 100 ആനയുടെ മറ്റോ പുറത്ത് കയറ്റിയിട്ടാണ് അദ്ദേഹം ഇവിടുന്ന് പോയത്. ഇവിടെയുള്ള ശില്പികളെയും കലാകാരന്മാരെയൊക്കെ മൂപ്പര് പിടിച്ചുകൊണ്ടുപോയിട്ടാണ് സമർക്കണ്ടിലെ വലിയ പല നിർമ്മാണ പ്രവൃത്തികൾ മൂപ്പരവിടെ നടത്തുന്നത്. അത് ഇവിടെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൻ്റെ എല്ലാ നല്ല സംഗതികളും സമർക്കണ്ടിൽ ഉണ്ടാവണമെന്ന്. അപ്പോൾ ശാസ്ത്രജ്ഞന്മാരെ കണ്ടു കഴിഞ്ഞാൽ പിടിച്ചുകൊണ്ടുവരും, കലാകാരന്മാരെ കണ്ടു കഴിഞ്ഞാൽ പിടിച്ചുകൊണ്ടുവരും, സംഗീതജ്ഞന്മാരെ കൊണ്ടുവരും, കുത്തുപണിക്കാരെ കൊണ്ടുവരും. അവരൊക്കെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പിടികൂടി കൊണ്ടുപോയിട്ട് സമർക്കണ്ടിൽ നിർത്തിയ ഒരു ചക്രവർത്തിയായിരുന്നു അദ്ദേഹം. അങ്ങനെയാണ് ഈ ലാൻഡ് ലോക്ക്ഡായ കൺട്രി, അതായത് ഉസ്ബെക്കിസ്ഥാൻ തന്നെ യഥാർത്ഥത്തിൽ വേറെ ഒരു നിലക്കും പുറത്തു പോകാൻ കഴിയാത്തൊരു രാജ്യം. ആ രാജ്യത്തിന് ഒരു മേൽവിലാസം ഉണ്ടാക്കിയ, അതിനൊരു ലോക ചരിത്രത്തിലൊരു വലിയ ശക്തിയാക്കി മാറ്റിയ രാജാവ് എന്നുള്ള നിലക്ക് അദ്ദേഹം വളരെ വലിയ ബഹുമാനം ആ രാജ്യത്തുടനീളം മൂപ്പർക്കുണ്ട്. അമീർ തൈമൂർ എന്നല്ലാതെ ആരും അദ്ദേഹത്തെ വെറുതെ തൈമൂർ പറയില്ല. ഇപ്പം ഇന്ത്യയായിട്ടുള്ള ഈ ഉസ്ബെക്കിസ്ഥാൻ്റെ ബന്ധങ്ങൾ പറഞ്ഞ സമയത്ത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ആർക്കിടെക്ചർ. ഇപ്പം ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പല നിർമ്മിതികളുടെയും അതിൻ്റെ ഒരു ഒറിജിൻ അന്വേഷിച്ച് പോയാൽ അത് ഉസ്ബെക്കിസ്ഥാൻ എന്ന് മനസ്സിലാക്കാൻ പറ്റും, പ്രത്യേകിച്ച് താജ്മഹൽ. അപ്പം അങ്ങനത്തെ ഒരു പേർഷ്യൻ ആർക്കിടെക്ചറിൻ്റെ ഒരു ഇത് ഇന്ത്യയിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഏറ്റവും മനോഹരമായ നിർമ്മാണങ്ങൾ ഉണ്ടാവുന്നത്, അത് സത്യം പറഞ്ഞാൽ ഈ തൈമൂറിൻ്റെ വരവിന് മുമ്പേ തന്നെ ഉസ്ബെക്കിസ്ഥാൻ ഇന്ത്യയുമായിട്ടൊരു കണക്ഷനുണ്ട്. കുഷാന രാജവംശം എന്ന് പറയുന്ന ഒരു രാജവംശം ഇന്ത്യനെ ഭരിച്ചിട്ടുണ്ട്. ഗുജറാത്ത് വരെ അവരെത്തിപ്പെട്ടിരുന്നു. അവർ ശരിക്കും ഇന്നത്തെ തിർമീസിൻ്റെ അടുത്താണ് അവരുടെ ഇതുണ്ടായിരുന്നത്. ഈ ബാമിയാൻ പ്രതിമകളൊക്കെ ഉണ്ടാക്കി അങ്ങനെ വന്നിരുന്ന ഒരു ബുദ്ധ ചക്രവർത്തിമാരായിരുന്നു ഈ ആളുകൾ. മസാർ ഷെരീഫിൻ്റെ അടുത്തുള്ള ആ ഒരു റീജിയൻ. അപ്പം അങ്ങനെ ഒരു ബുദ്ധ രാജവംശം ഒരു കാലത്ത് ഉസ്ബെക്കിസ്ഥാൻ കേന്ദ്രീകരിച്ച് ഇന്ത്യനെ ഭരിച്ചിട്ടുണ്ട്. തൈമൂർ ചക്രവർത്തിയുടെ കാലം വന്നപ്പോൾ തൈമൂറിൻ്റെ ഗുറെ അമീർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു മൃതികുടീരത്തിൻ്റെയാണ് യഥാർത്ഥത്തിൽ താജ്മഹലിനെ സാമ്പിളാക്കിയെന്ന് പറയപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒരു മോഡൽ കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്തതാണ് താജ്മഹൽ എന്നുള്ളത്. അപ്പോൾ അതുണ്ട് തീർച്ചയായിട്ടും. നമ്മൾ ഡൽഹിയിലെയും ഒക്കെ ഉള്ള ഒരുപാട് വാസ്തുവിദ്യ ഉദാഹരണങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിലൊക്കെ. പക്ഷേ ഇന്ത്യയിലെത്തിയപ്പോൾ ഇത് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ റെഡ് ഫോർട്ട് പോലെ ഒരു സാധനം, അല്ലെങ്കിൽ ആഗ്ര ഫോർട്ട് പോലെ ഒരു കോട്ടയൊന്നും നമുക്ക് ഉസ്ബെക്കിസ്ഥാനിൽ കാണാൻ കഴിയില്ല. ഉസ്ബെക്കിസ്ഥാനിലെ കോട്ടകളുടെ രൂപം തന്നെ വേറെ. അങ്ങനെ ഒരു കോട്ട ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ രാജസ്ഥാനിലുണ്ട് ചില ഭാഗങ്ങളിൽ. ജയ്സാൽമീറിലും അല്ല, രാജസ്ഥാൻ്റെ കുറച്ചും കൂടെ അങ്ങോട്ട് പോയിട്ട് രാജസ്ഥാൻ്റെ ഈ മരുഭൂമി ഭാഗത്തൊക്കെ ഉള്ള ചില കോട്ടകൾ അങ്ങനെ പുറത്തേക്ക് മുന്തി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാതെ ഇപ്പം ഈ റെഡ് ഫോർട്ട് മാതൃകയിലുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ കോട്ടകൾ അത് ഇന്ത്യയുടെ തന്നെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ടാണ് നമ്മളെ യാത്രയിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. കേരള ചരിത്രത്തിലും ഇതേപോലെ തന്നെ ഉസ്ബെക്കിസ്ഥാനായിട്ടുള്ള കണക്ഷൻ പറയപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ കേരളത്തിലേക്ക് വന്ന ആദ്യത്തെ തങ്ങന്മാർ അവർ യമനിൽ നിന്നായിരുന്നില്ല, അവർ ഉസ്ബെക്കിസ്ഥാനിൽ നിന്നായിരുന്നു. ബുഖാറ തങ്ങന്മാരാണ് ആദ്യം കേരളത്തിലെത്തിയെന്നുള്ളൊരു പഠനം വായിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു പോയിൻ്റാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞത്. അതായത് തങ്ങന്മാരെ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? പ്രവാചക പരമ്പരയിൽ അലിയുടെ മക്കളായിട്ട് ഇങ്ങനെ വരുന്ന അങ്ങനെയുള്ള തങ്ങന്മാരാണ്. യഥാർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആൺമക്കളുണ്ടായിരുന്നില്ല. മുഹമ്മദ് നബിക്ക് പെൺമക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു അറബ് ട്രഡീഷൻ അനുസരിച്ചോ ഇസ്ലാമിക് ട്രഡീഷൻ അനുസരിച്ചോ അദ്ദേഹത്തിൻ്റെ പരമ്പരയിൽ ഒരു തങ്ങൾ യഥാർത്ഥത്തിൽ ഇല്ല. അലിയുടെ പരമ്പരയിൽ അല്ലെങ്കിൽ ഖുറൈശി പരമ്പരയിൽ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ തങ്ങന്മാരുണ്ട്. എന്നാൽ ഈ ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് വന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 1-ാം ഖലീഫയായിരുന്ന അബൂബക്കർ സിദ്ദീഖിൻ്റെ പരമ്പരയിൽ നിന്നുള്ള തങ്ങന്മാരാണ്. അവരാണ് നക്ഷബന്ദി തരീഖത്ത് എന്ന് പറയുന്ന നക്ഷബന്ദി ഇമാമും കുലോൽ ഇമാമും ഒക്കെ ആയിട്ട് സമർക്കണ്ടിൽ ഒരു വലിയൊരു, സമർക്കണ്ടിലല്ല ബുഹാറയിലാണ് അവരുള്ളത്. ബുഹാറയിലാണ് നക്ഷബന്ദി ഇമാമിൻ്റെ. ആ പരമ്പരയിൽ ആർക്കും തങ്ങളാവാം. അത് നമ്മൾ പറഞ്ഞ ഈ ഒരു നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സിൽസിലയിലൂടെ തന്നെ വരണം എന്നൊന്നുമില്ല. അവിടെ പോയിട്ട് ചില പ്രത്യേക ജീവിത രീതികൾ സ്വായത്തമാക്കുകയും ചില പ്രത്യേക ഉസ്താദുമാരുടെ കീഴിൽ നമ്മൾ സുദീർഘമായൊരു കാലം നിൽക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ തങ്ങന്മാരാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ബുഖാറ തങ്ങന്മാർ എന്ന് പറയുന്നത് ഒരു സംഭവം ഉണ്ട് യഥാർത്ഥത്തിൽ. പക്ഷെ അതെന്തല്ല, അലിയിലൂടെ വരുന്ന ആ ഒരു സാധാരണ കേരളത്തിൽ പൊതുവെ അറിയപ്പെടുന്ന തങ്ങന്മാരുടെ പരമ്പര അല്ല അത്. പിന്നെ വൈജ്ഞാനികമായിട്ട് വലിയ ഒരു പാരമ്പര്യമുള്ള രാജ്യമാണ് ഉസ്ബെക്കിസ്ഥാൻ.
അപ്പം അതിൽ വളരെ പ്രധാനപ്പെട്ട നമുക്കൊക്കെ ഫെമിലിയറായ ചില പേരുകൾ പോലും അവിടുത്തെ സ്ഥലപ്പേരുകളാണ് എന്നുള്ളത് നമ്മൾ പിന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഉസ്ബെക്കിസ്ഥാൻ ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ധാരാളം ആളുകൾ യാത്ര ചെയ്യുന്നുണ്ട് ഉസ്ബെക്കിലേക്ക്. പക്ഷെ അതൊക്കെ സംഭവിച്ച് ഈ കൊറോണയ്ക്ക് ശേഷമാണ്. കൊറോണയ്ക്ക് മുമ്പ് നമുക്ക് അങ്ങനെ അത്ര അധികം ആളുകൾ ഉസ്ബെക്കിസ്ഥാനിലേക്ക് യാത്ര ചെയ്യുന്നതിൽ നമുക്കറിയില്ല. പക്ഷേ കൊറോണയ്ക്ക് ശേഷം ധാരാളം ആളുകൾ പോകുന്നു. അപ്പോൾ അവിടുത്തെ സിറ്റികളുടെ പേര് നോക്കുമ്പോൾ നമുക്ക് പരിചയമുള്ള പേരുകൾ ബുഖാറ, തിർമിദ് പോലെയുള്ള നഗരങ്ങൾ. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഇമാം ബുഖാരി, ഇമാം തിർമിദി പോലെയുള്ള ആളുകളൊക്കെയും ഈ പറയുന്ന ഉസ്ബെക്കിസ്ഥാൻകാരായിരുന്നു എന്നുള്ളത് നമ്മൾ അപ്പോഴാണ് അറിയുന്നത്. അതിലൊക്കെ അപ്പുറത്ത് പിന്നെ ഇസ്ലാമിൻ്റെയും ലോക മുസ്ലിങ്ങളുടെയും ഒക്കെ ചരിത്രത്തിലെ വളരെ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ ഇമാം ഇബ്നു സീന, അവിസന്ന എന്ന പേരിൽ അറിയപ്പെട്ട പിന്നെ മഹാപണ്ഡിതൻ, അദ്ദേഹം ബുഖാറക്കാരനായിരുന്നു. കാനൂന് തിബ് എഴുതിയ തിബ് എഴുതിയ അദ്ദേഹം. അതുപോലെ ഇമാം ബുഖാരി, ഇമാം തിർമിദി, അതുപോലെ പിന്നെ ഷാഹെ സിന്ദ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് പിന്നെ സമർക്കണ്ടിൽ. അവിടെ ഒരു തലയറുത്ത് കൊല ചെയ്യപ്പെട്ട ഒരു സഹാബി അദ്ദേഹത്തിൻ്റെ തല വെട്ടിയപ്പോൾ അത് കയ്യിൽ തന്നെ പിടിച്ചിട്ട് 2 ചൂട് നടന്നൊരു കിണറ്റിലേക്ക് ഇറങ്ങിപ്പോയി എന്നാണ് സങ്കല്പം. അദ്ദേഹത്തെ കിണറ്റിനകത്ത് ജീവിക്കുന്നുണ്ടെന്നാണ്. അതുകൊണ്ടാണ് ഷാഹി സിന്ദ എന്നുള്ള പേര് വരുന്നത് അവിടെ. ഇങ്ങനെ ഒരുപാട് നമുക്ക് പിന്നെ അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് ചരിത്രങ്ങൾ പിന്നെ ഇസ്ലാമിക ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു രാജ്യമാണിത്. ചില പ്രവാചകന്മാരുടെ ഖബറുകളുണ്ട് വലിയ നീളത്തിലൊക്കെ. ഷാഹി സിന്ദയിൽ നമ്മുടെ പ്രവാചകന്റെ അമ്മാവിന്റെ മകനായിട്ടുള്ള കുസം ബിൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, കാണാൻ നബിയെ പോലെ തന്നെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഖബർ സമർക്കന്ദിലാണ്. അതാണ്, അത് കുസം ആണ്. കുസമിന്റെ പേരിലാണ് ശരിക്കും അത് തുടങ്ങിയത്. മംഗോളുകൾ ആക്രമിച്ച സമയത്ത് പോലും, അതായത് ചെങ്കിസ് ഖാൻ ഈ ഇതിനെ ആക്രമിച്ചപ്പോൾ പോലും ചെങ്കിസ് ഖാൻ അവിടെ പോയിട്ട് പിന്നെ നേർച്ചയും വഴിപാടൊക്കെ നടത്തിയിട്ടുണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. അതുപോലെ തന്നെ സമർക്കന്ദിലുള്ള വളരെ പ്രധാനപ്പെട്ട വേറൊരു സ്കോളറുടെ ഒരു ഖബർ നമ്മൾ കണ്ടിട്ടുള്ളത് ഇമാം മാതുരിദി ഇമാമിൻ്റെതാണ്. ഇൽമുൽ കലാമിൽ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഈ അബൂ മൻസൂർ അൽ മാതുരിദി. അപ്പോൾ നമ്മൾ ആ സ്ഥലം സന്ദർശിച്ച സമയത്താണ് അവിടെ വലിയൊരു ചരിത്രം ആ ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ലോക്കൽ സ്കോളർ നമ്മളോട് പറയുണ്ടായി. അവിടുത്തെ എങ്ങനെയാണ് അവിടെ ആ സ്ഥലം മൊത്തം നശിപ്പിക്കപ്പെട്ടിരുന്നു, അവിടുത്തെ ഖബറുകളൊക്കെ നശിപ്പിക്കപ്പെട്ടിരുന്നു. പിന്നെ അവിടെ കുറേ വീടുകളാണ്, പ്രത്യേകിച്ച് ജൂത വംശജരായ ആളുകളുടെ വീടുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നീട് അവരെല്ലാവരും ഇസ്രായേലിലേക്ക് പോയതിന് ശേഷമാണ് ആ ഏരിയ വീണ്ടും തിരിച്ചു പിടിക്കുകയും അവിടെ ഇപ്പം ഇമാം മാതുരിദിയുടെ പേരിലത്തെ ഒരു മസൂളിയും അതിന് ചുറ്റും കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, അങ്ങനെ കുറേ സ്ഥലങ്ങൾ ഇപ്പം ഇതിനൊക്കെ അപ്പുറത്ത് ഇപ്പോൾ സമീപകാലത്തായിട്ട് ഉസ്ബെക്കിസ്ഥാൻ കേന്ദ്രീകരിച്ച് ഉയർന്നു വരുന്നൊരു പുതിയൊരു ട്രെൻഡുണ്ട്. താഷ്കൻ്റാണ് കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് ഇസ്ലാം എന്നവർ അങ്ങനെ താഷ്കൻഡിനൊരു പുതിയ പിന്നെ ഒരു ബ്രാൻഡിൽ അവിടുത്തെ ടൂറിസം ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് ഒരു കാരണം ആയിട്ട് അവർ പറയുന്നത് എന്താ വെച്ചാൽ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെടുന്ന, അതായത് ഇസ്ലാമിൻ്റെ 3ാം ഖലീഫയായിരുന്ന ഉസ്മാൻ വധിക്കപ്പെടുമ്പോൾ അദ്ദേഹം ഓതിക്കൊണ്ടിരുന്നൊരു ഖുറാനുണ്ട്. ഖുറാൻ കമ്പൈൽ ചെയ്യുന്നത് ഈ ഖലീഫയായിരുന്നല്ലോ. അദ്ദേഹം പിന്നെ 5 കോപ്പികളാണ് കമ്പൈൽ ചെയ്തിട്ട് ലോകത്തിൻ്റെ 5 പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് കൊടുത്തയച്ചത്. ഒന്ന് അദ്ദേഹം കയ്യിൽ വെച്ചു. ആ കയ്യിൽ വെച്ച കോപ്പിയിലേക്ക് ഇദ്ദേഹത്തിൻ്റെ രക്തം കുത്തിയപ്പോൾ പിന്നെ കൊലപാതകം വീണു. ആ കോപ്പി ഇപ്പോൾ ഉള്ളത് താഷ്കൻഡിലാണ്. ഇത് താഷ്കൻഡിലെത്തി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് അലി റളിയല്ലാഹു അൻഹു ബാഗ്ദാദിലേക്ക് കൊണ്ടുപോവുകയും ബാഗ്ദാദ് ആക്രമിച്ച തൈമൂർ ഇത് അവിടെ നിന്ന് എടുത്തിട്ട് സമർക്കണ്ടിലെ ഒരു പള്ളിയിൽ കൊണ്ടുപോവുകയും ചെയ്തു. ഈ സമർക്കണ്ടിലെ പള്ളിയിൽ നിന്ന് റഷ്യ കമ്മ്യൂണിസ്റ്റ് രാജ്യമായപ്പോൾ എടുത്തുകൊണ്ടുപോയിട്ട് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ മ്യൂസിയത്തിൽ അവർ വെച്ചു. ആ കാലത്ത് ഒരുപാട് രസകരമായ കഥകൾ വരുന്നുണ്ട്. അതിലൊരു കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തൈമൂർ മുടന്തനായിരുന്നോ അല്ലേ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാലിൻ ഉത്തരവിട്ടു. അപ്പം തൈമൂറിൻ്റെ മൃതദേഹ കുടീരം പൊളിക്കുമ്പം അത് തുറന്നപ്പോൾ ആദ്യം അവിടെ ഒരു സാധനം എഴുതി വെച്ചതാണ് ഈ പിന്നെ പോയ ആർക്കിയോളജിസ്റ്റുകൾ കാണുന്നത്. അതായത് എൻ്റെ മൃതകുടീരം ആരെങ്കിലും തുറന്നാൽ എന്നെക്കാളും വലിയ ഒരു വിപത്തിനവൻ ലോകത്ത് ഇറക്കി വിടുന്നു. അതിൻ്റെ പിറ്റേ ദിവസമാണ് ഹിറ്റ്ലർ ചരിത്രത്തിലെ ഏറ്റവും വലിയ പടയുമായിട്ട് വന്നിട്ട് റഷ്യനെ ആക്രമിക്കുന്നത്. അപ്പോൾ സ്റ്റാലിൻ ഇത് വിശ്വസിച്ചു. അപ്പോൾ സ്റ്റാലിൻ ഇത് വിശ്വസിച്ചതിന് ശേഷം പിന്നെ സ്റ്റാലിൻ ചെയ്ത ഈ മൃതദേഹത്തെ പൂർണ്ണ രാജകീയ ബഹുമതിയോടുകൂടി തിരിച്ചുകൊണ്ട് നടക്കുകയാണ്. യുദ്ധസമയത്ത് ഒരു വിമാനത്തിൽ ഇത് പിന്നെ യുദ്ധമുന്നണിയുടെ മേലെ കൂടെ അദ്ദേഹം പറത്തിയിട്ടുണ്ട്. എന്തിനാ വെച്ചാൽ ചെച്ചൻ പോരാളികൾക്കൊക്കെ അതിന്ന് ആവേശം ഉൾക്കൊണ്ടുവരും. അങ്ങനെയാണ് ഹിറ്റ്ലർ അവർ തോൽപ്പിക്കുന്നത്. അങ്ങനെ സ്റ്റാലിനാണ് തൈമൂറിൻ്റെ മൃതകുടീരം നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ സ്വർണ്ണവർണ്ണം പൂശിയിട്ടൊക്കെ മനോഹരമായിട്ട് പുതുക്കി പണിയിട്ടുള്ളത്. പിന്നെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഖുറാൻ കോപ്പി പിന്നെ ചെച്ചിനിയയിലേക്ക് കൊടുക്കുകയും ചെച്ചിനിയിൽ നിന്ന് അത് താഷ്കൻഡിലേക്ക് വരികയാണ് ഉണ്ടായത്. ഇപ്പോൾ ആ കോപ്പി താഷ്കൻഡിലുണ്ട്.
നമ്മൾ 3 വർഷം മുമ്പ് താഷ്കൻഡ് പോയ സമയത്ത് അവിടെ ഇസ്ലാമിക് സിവിലൈസേഷൻ സെന്റർ എന്ന് പറഞ്ഞിട്ട് അവർ ഹ്യൂജ് അതെ ഒരു സാധനം ഒരു ബിൽഡ് ചെയ്യായിരുന്നു, കോംപ്ലക്സ് അവർ ബിൽഡ് ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ മാസം പോയ സമയത്ത് അതിന്റെ പണിയൊക്കെ ഏതാണ്ട് പൂർത്തിയായി. അത് ഉദ്ഘാടനത്തിലേക്ക് ഹസ്രത്ത് ഇമാം കോംപ്ലക്സ്, അതിലാണ് ഈ ഖുർആൻ അവർ വെച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ പറഞ്ഞു വന്നൊരു ഇതിലേ ഈ പ്രധാനപ്പെട്ട ഒരു സ്ഥലം വിട്ടുപോകുന്നത് കിവയാണ്. കിവ എന്ന് പറയുന്നത് ഇന്ന് ലോകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മ്യൂസിയം സിറ്റികളിലൊന്നാണ്. 40ഓളം കെട്ടിടങ്ങൾ ഈ കിവയിൽ പിന്നെ യുനെസ്കോ റെക്കഗ്നൈസ് ചെയ്ത സ്ഥലങ്ങളുണ്ട്. ഹെറിറ്റേജ് സൈറ്റ് 40 കിച്ചൻ കാല എന്ന് പറയുന്ന ഒരു, നമ്മൾ രാവിലെ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ബൈഫൂട്ട് നടന്ന് കാണാൻ പറ്റുന്ന അതിമനോഹരമായ ഒരു ഡെസർട്ട് സിറ്റിയാണ് ഈ ഈ കിവ എന്ന് പറയുന്നത്. ഇപ്പോൾ കിവക്ക് ഹിസ്റ്റോറിക്കലായിട്ട് സിൽക്ക് പാതയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അടിമക്കച്ചവടമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കഥകളും ചരിത്രവും പാരമ്പര്യമൊക്കെ ഉള്ള ഒരു പ്രദേശമാണത്. അതുപോലെ വേറൊരു സ്ഥലമാണ് അന്ദിജാൻ. അന്ദിജാനിൽ നിന്ന് ബാബർ പുറപ്പെട്ടു വന്നു എന്നതിലപ്പുറം നമുക്ക് അന്ദിജാനെ കുറിച്ചൊന്നും അറിയില്ലെങ്കിലും പിന്നെ താഷ്കൻഡിൽ നിന്ന് അന്ദിജാനിലേക്കുള്ള യാത്ര പോലെ മനോഹരമായ ഒരു റെയിൽ യാത്ര നിങ്ങൾക്ക് ജീവിതത്തിൽ വേറെ ഞാൻ ചെയ്ത കൂട്ടത്തിലില്ല. കാരണം ഒരുപാട് മലകൾക്കിടയിലൂടെയാണ് ആ ട്രെയിൻ പോകുന്നത്. സുന്ദരമായ യാത്രയാണ്, അതീവ മനോഹരമായ യാത്ര. പിന്നെ പിന്നെ അന്ദിജാനിൽ ബാബറിൻ്റെ സ്മാരകങ്ങൾ ആയിട്ട് വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളെങ്കിൽ പോലും ഉള്ളത് ഇന്ത്യക്കാരൻ തീർച്ചയായിട്ടും കാണേണ്ട ഒരു മ്യൂസിയം ഉണ്ട്. കാരണം ബാബറിനെ കുറിച്ച് നമുക്കറിയുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താണ്? അദ്ദേഹം ഇന്ത്യയിൽ ഫർഖാനകൾ ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ ഇന്ത്യ ഏറ്റവും വലിയ ശക്തിയാക്കി മാറ്റിയതോ ഒന്നുമല്ലല്ലോ. അദ്ദേഹം അയോധ്യയിൽ ക്ഷേത്രം പൊളിച്ചു എന്നുള്ളത് മാത്രമാണല്ലോ ഇന്ത്യക്കാരൻ അറിയുന്നത്. എന്നാൽ ബാബർ മകന് എഴുതി കൊടുത്ത ഒരു ഉപദേശമുണ്ട്. ആ ഉപദേശം അവിടെ ഉണ്ട്. അത് ബാബർ എഴുതി കൊടുത്ത ഉപദേശമാണെങ്കിൽ ഒരു കാരണവശാലും അദ്ദേഹം ഇപ്പറഞ്ഞ കാര്യം ചെയ്തിരിക്കാൻ സാധ്യതയില്ല. അതിന് അദ്ദേഹം പറയുന്നത്, മകനെ, ഉമയൂണ് എഴുതിയ കത്ത, നീ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് മാറാനാണ് പോകുന്നത്. ആ ഇന്ത്യയുടെ ചക്രവർത്തിയാകുമ്പോൾ നീ ഈ രാജ്യത്തെ ജനങ്ങളുടെ വിശ്വാസങ്ങളും അവരുടെ വികാരങ്ങളും നീ മാനിക്കണം. നീ പശുവിനെ കൊല്ലരുത്, അവരുടെ ക്ഷേത്രങ്ങൾ പൊളിക്കരുത്. ഇതൊക്കെ അതിനകത്ത് കൃത്യമായിട്ട് മകൻ എഴുതി വെച്ചിട്ടുണ്ട്. വസിയത്താണ് ബാബറിൻ്റെ. അതവിടെ ഉണ്ട്. നമ്മൾ പിന്നെ അന്ദിജാനിലെ ബാബറിൻ്റെ മ്യൂസിയത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് കാണാം. അപ്പോൾ ബാബർ കുറേ കൂടെ ഇന്ത്യക്ക് സംഗീതവും ഭക്ഷണവും ഒക്കെ നൽകിയ, കുറേ കൂടി ഇന്ത്യ നന്നാക്കണമെന്ന് ആഗ്രഹിച്ച, ഇവിടുത്തെ പിന്നെ ഇന്ത്യയിലെ മറ്റു മതവിശ്വാസികളുടെ അമ്പലങ്ങളും ആരാധനാലയങ്ങളും സംരക്ഷിക്കാനൊക്കെ ശ്രമിച്ച ഒരു ചക്രവർത്തിയാണ് യഥാർത്ഥത്തിൽ. അദ്ദേഹത്തിൻ്റെ ചരിത്രം ബാബർനാമ മുഴുവൻ വായിക്കുകയാണെങ്കിൽ അദ്ദേഹം അയോധ്യയിൽ പോയിട്ടില്ല. അപ്പം ഇവർ പറയുന്ന ഇതിനെ പിന്നെ അദ്ദേഹത്തെ വിമർശിക്കുന്ന ആളുകൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ബാബർനാമയിലെ ചില പേജുകൾ കാണാനില്ല, ആ പേജിലായിരിക്കും അതുണ്ടാവുക എന്നാണ്. പക്ഷെ അതൊന്നും യുക്തിസഹമായൊരു വാദമൊന്നുമല്ല. അദ്ദേഹം അവിടെ പോയിട്ടില്ല എന്നാണ് ചരിത്രം പറയുന്നത്. അതുപോലെ തന്നെ ഉസ്ബെക്കിസ്ഥാനിലെ വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ ഫർഗാന വാലി എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു പോപ്പുലേഷൻ്റെ വലിയൊരു ശതമാനം താമസിക്കുന്ന ധാരാളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ അവിടെ മെഡിക്കൽ സ്റ്റുഡൻസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന, നല്ല കൃഷിസ്ഥലങ്ങളുള്ള, എന്നാൽ അതേസമയം തന്നെ സമീപ രാജ്യങ്ങളുമായിട്ടൊക്കെ അതിർത്തി പങ്കിടുന്ന, എല്ലാവർക്കും ഒരു പോർഷൻ ഫർഗാനയിലുള്ള രൂപത്തിലാണ് അതിൻ്റെ ഒരു. കാരണം ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ യാത്ര പോകുന്ന സമയത്ത് നമ്മൾ താഷ്കൻഡിലേക്ക് പോകുന്ന ഫ്ലൈറ്റിൽ ഒരാളുണ്ട്. അപ്പോൾ അയാളെ പരിചയപ്പെട്ടപ്പോൾ അയാൾ കിർഗിസ്ഥാനിലേക്കാണ് പോകുന്നത്. എന്ന് വെച്ചാൽ കിർഗിസ്ഥാനിൽ പോകാൻ നിങ്ങൾ എന്തിനാണ് താഷ്കൻഡിൽ പോകുന്നത്? പറഞ്ഞ വീട് ഫർഗാന വാലിയിലാണ്. ഫർഗാന വാലിയിൽ കിർഗിസ്ഥാനിലാണ് വീട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഫർഗാന എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഇന്ത്യ ചരിത്രത്തിൽ മറന്നുപോകാൻ പാടില്ലാത്തൊരു വാക്കാണ്. ബാബർ ഇന്ത്യയെ താലൂക്കുകളും ഫർഗാനകളുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആ വാക്ക് അദ്ദേഹം സ്വന്തം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. പിന്നെ ഖവാരിസ്മ കിവ എന്ന് പറയുന്ന പ്രദേശം, അപ്പം ആ കിവ ഇന്ന് ലോകം ഷേപ്പ് ചെയ്യപ്പെട്ടതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ നമ്മൾ പറയുന്ന അൽഗോരിതംസ് ആണ്. ഈ അൽഗോരിതംസ് ക്രിയേറ്റ് ചെയ്ത അൽജിബ്ര, അത് ഡെവലപ്പ് ചെയ്ത അബു മൂസ അൽ ഖവാരിസ്മി എന്ന് പറയുന്ന വളരെ ഫേമസ് ആയ സയന്റിസ്റ്റ്. അദ്ദേഹത്തിന്റെ കിതാബുൽ ജിബ്ർ, അതിൽ നിന്നാണ് ഈ അൽജിബ്ര അൽഗോരിതങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ സയന്റിഫിക്കലി എന്താ പറയുക, നമ്മുടെ എല്ലാത്തരം റിസർച്ചിലും പഠനങ്ങളിലും മുന്നിൽ നിന്നൊരു റീജിയനായിട്ടാണ് നമുക്ക് ഉസ്ബെക്കിസ്ഥാനെ കാണാൻ പറ്റുക. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവരുടെ ഒരു പ്രധാനപ്പെട്ട മേഖല എനിക്ക് തോന്നുന്നത് ആസ്ട്രോണമി അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മേഖലയായിരുന്നു. ഇപ്പോൾ അൽബിറൂനി ആയാലും അബു മൂസ അൽ ഖവാരിസ്മി ആയാലും, ഇനി സമർക്കന്ദിലാണെങ്കിൽ നമ്മളുടെ മിർസ ഉലൂഗ് ബേഗ്. മിർസ ഉലൂഗ് ബേഗിനെ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട്. കാരണം മിർസ ഉലൂഗ് ബേഗാണ് മുസ്ലാമിക ലോകത്ത് തീരെ ആളുകൾ ശ്രദ്ധിക്കപ്പെടാതെ പോയ, എന്നാൽ
പിന്നെ അക്കാലത്ത് ജീവിച്ച മറ്റു പല ആസ്ട്രോണമി പിന്നെ ഈ ശാസ്ത്രജ്ഞന്മാരെക്കാളും കൃത്യമായിട്ട് സൂര്യൻ്റെ ഈ പിന്നെ അയനരേഖയിൽ നിന്നുള്ള മാറ്റം റെക്കോർഡ് ചെയ്തത് അദ്ദേഹം അതിനു വേണ്ടി സ്ഥാപിച്ചൊരു വലിയൊരു ഒബ്സർവേറ്ററി ഇപ്പോഴും അവിടെ ഉണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് ഭരണ കാലഘട്ടത്തിലാണത് ഭൂമിൻ്റെ അടിയിൽ നിന്ന് കുഴിച്ചെടുത്തത്. പക്ഷെ പിന്നെ ഒരു വളരെ പഴയ ഒരു സംവിധാനമാണെങ്കിൽ പോലും 60 ഡിഗ്രി ചെരിവിലൊരു വലിയൊരു ഒരു വ്യൂ പോയിന്റ് ഉണ്ടാക്കിയിട്ട് അതിലൂടെ ഒരു വർഷത്തോളം തുടർച്ചയായിട്ട് സൂര്യനെ നിരീക്ഷിച്ച് അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തെടുത്ത ആ ഒരു ടൈം, അതിനേക്കാളും ഇമ്പോർട്ടൻസ് കിട്ടിയത് ഒരുപക്ഷെ പിന്നെ മറ്റ് ശാസ്ത്രജ്ഞന്മാർ, ഗ്രീക്ക് ശാസ്ത്രജ്ഞന്മാരൊക്കെ കണ്ടുപിടിച്ച ചില വാല്യൂകൾക്കാണ് ലോകം അംഗീകാരം കൊടുത്തത്. ഈ പുതിയ കാലത്ത് പിന്നെ പിന്നെ സാങ്കേതിക വളർച്ച കുറെ കൂടെ മെച്ചപ്പെട്ട കാലത്ത് നമ്മൾ ഉപകരണങ്ങൾ വെച്ച് കണ്ടെത്തിയപ്പം ഉലൂഗ് ബേഗ് കണ്ടെത്തിയതാണ് പഴയ കാലഘട്ടത്തിൽ വന്ന ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ളത്. പിന്നെ ടോളമി രേഖപ്പെടുത്തിയതിനേക്കാൾ കൂടുതൽ നക്ഷത്രങ്ങളെ പഠിച്ചിട്ട് തന്നെ നക്ഷത്രങ്ങളുടെ ഒരു പുസ്തകം ഉണ്ടാക്കിയ മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രജ്ഞനായ ഒരു രാജകുമാരൻ, സുൽത്താൻ. ശാസ്ത്രജ്ഞനായ സുൽത്താൻ എന്ന് ആരെങ്കിലും വിളിക്കാൻ പറ്റുമെങ്കിൽ അത് ഉലൂഗ് ബേഗിനാണ്. ഇമാം ഇബ്നു സീന തീർച്ചയായിട്ടും ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ തന്നെയാണ്. കാരണം അവിസന്ന എന്നുള്ള പേരിൽ അദ്ദേഹത്തിൻ്റെ പിന്നെ അദ്ദേഹം മെഡിക്കൽ രംഗത്ത് കണ്ടുപിടിച്ച കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ കിഡ്നി പിന്നെ രോഗത്തിനൊക്കെ ഇപ്പോഴും സമീപകാലത്ത് വരെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ചികിത്സാ സമ്പ്രദായങ്ങളാണ് ലോകം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. മെഡിക്കൽ MBBS പഠിക്കുന്ന വിദ്യാർത്ഥികൾ അദ്ദേഹത്തിൻ്റെ പുസ്തകം പഠിക്കുന്നുണ്ടായിരുന്നു സമീപകാലത്ത് വരെ. അത് അവരുടെ ഇതിൻ്റെ ഭാഗമായിട്ട് പിന്നെ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് പിന്നെ ചരിത്രകാരന്മാരും ശാസ്ത്രകാരന്മാരും രാജാക്കന്മാരും ഒക്കെ ഉള്ള വളരെ സമ്പന്നമായൊരു ഭൂതകാലമുള്ള ഒരു രാജ്യമാണ് ഉസ്ബെക്കിസ്ഥാൻ. പ്രത്യേകിച്ച് ഇന്ത്യയുമായിട്ട് നമ്മൾ ചേർത്ത് പറയുകയാണെങ്കിൽ ഇന്ത്യയെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള ആദ്യത്തെ റെഫറൻസ് ഗ്രന്ഥം ഏതാന്ന് ചോദിച്ചാൽ അത് കിതാബുൽ ഹിന്ദ് ആയിരിക്കും, അൽബിറൂനിയുടെ. അൽബിറൂനി ഉസ്ബെക്കിസ്ഥാനിലാണ് അദ്ദേഹത്തിൻ്റെ, ബിറൂനി എന്ന് പറഞ്ഞത് ഉസ്ബെക്കിസ്ഥാനിലാണ്. അപ്പോൾ അദ്ദേഹം ഹവാരിസ്മിൽ നിന്ന് അൽബിറൂനി ഇന്ത്യയിലേക്ക് എത്തുന്നു. ഇന്ത്യയിലെത്തിയതിനു ശേഷം അദ്ദേഹം സംസ്കൃതം, ഇവിടുത്തെ ടെക്സ്റ്റുകൾ, ഇവിടുത്തെ ഭാഷ, ഇവിടുത്തെ മാത്തമാറ്റിക്സ്, ഇവിടുത്തെ മാത്സ് ഒക്കെ അദ്ദേഹമാണ് എന്താക്കുന്നത് പുറം ലോകത്തിന് പരിചയപ്പെടുത്തുന്നത്. ഇന്ത്യൻ മാത്തമാറ്റിക്സ് പുറം ലോകത്തിന് പരിചയപ്പെടുത്തുന്നത് പ്രധാനപ്പെട്ട രണ്ടാൾക്കാർ, ഒന്ന് അൽബിറൂനിയാണ്, മറ്റൊന്ന് അബൂ മുസൽ ഹവാരിസ്മിയാണ്. അപ്പം ഇവർ ഇന്ത്യയിലെ മാത്സ്, അത് ഇന്ത്യയിലെ നോളജ് ഇത് പുറത്തെത്തിക്കുന്നു, സംസ്കൃതം പഠിക്കുന്നു, ഇന്ത്യയെക്കുറിച്ചുള്ള ചരിത്രം, ഇവിടുത്തെ കൾച്ചർ, ഇവിടുത്തെ വിശ്വാസങ്ങൾ, കമ്പാരിറ്റീവ് റിലീജിയൻ, ഇവിടുത്തെ ആളുകൾ എന്തൊക്കെയാണ് വിശ്വസിക്കുന്നത്, ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയൊരു സ്കോളറാണ് അൽബിറൂനി. കാരണം ഇന്ത്യയുടെ ചരിത്രം പോലും എഴുതുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കായിരിക്കേണ്ടത് ഉസ്ബെക്കിസ്ഥാൻ ആളുകൾക്കുണ്ട്. അപ്പം ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലക്ക് നമുക്ക് അവിടെ പോകുമ്പോൾ വല്ലാതെ ഹോമിലി ആയിട്ട് ഫീൽ ചെയ്യും. നമ്മളുടെ പിന്നെ പല സംഗതികളുടെയും പേരുകൾ അല്ലെങ്കിൽ നമ്മുടെ പല അവിടെ നിന്നുള്ള പല കാര്യങ്ങളുടെയും തുടർച്ചയായിട്ടാണ് നമ്മൾ ഇന്ത്യയിൽ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഉസ്ബെക്കിസ്ഥാനിൽ പോകുന്ന ഒരു യാത്രക്കാരനെ മനസ്സിലാവും. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോകുന്ന ആളുകൾ ഈ ഒരു വളരെ ബേസിക്കായ ചില പിന്നെ അടിസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഇതിലേക്കൊന്നും എത്തിപ്പെടാണ്ട് പോകുന്നത്. അപ്പോൾ സമർഖണ്ഡിൽ പോയി കഴിഞ്ഞാൽ മാക്സിമം പിന്നെ അവിടുത്തെ രേഗിസ്ഥാനിൽ പോകുന്നു, അല്ലെങ്കിൽ ഷോ കാണുന്നു, അമൃത്തെ മോണ്ടെ ഖബർ കാണുന്നു, പിന്നെ അടുത്ത ട്രെയിനിൽ കയറി താഷ്കണ്ടിൽ പോകുന്നു. അവർ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ, അത് വളരെ അപൂർവം ആളുകളാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ആ സ്മാരകത്തിൽ പോകുന്നവർ. അവിടെ അവിടെ അങ്ങനെ ഒരു സംഭവം ഉള്ളതേ നമ്മൾ അറിയുന്നില്ല. ഇനി അവിടെ പോയി കഴിയുകയാണെങ്കിൽ മാക്സിമം അവിടെ നിന്ന് പിന്നെ 100 കിലോമീറ്റർ അപ്പുറത്ത് ആ ഒരു പിന്നെ ഒരു ഹിൽ സ്റ്റേഷൻ ഉണ്ട്, കുറേ പിന്നെ കേബിൾ കാറും ഐസും ഒക്കെ ഉള്ളൊരു സ്ഥലമുണ്ട്. അവിടെ പോകുന്നു. ഇതിലൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ഇങ്ങനെ ഒരു നമ്മളുടെ തന്നെ വേരുകൾ കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് സീരിയസ് ആയിട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ ഇന്ത്യക്കാരന് യാത്ര ചെയ്യാൻ പറ്റിയ ഏറ്റവും മികച്ച രാജ്യങ്ങളിലൊന്നാണ് ഉസ്ബെക്കിസ്ഥാൻ. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി മരണപ്പെട്ടത് ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കണ്ടിലാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെടുന്നത് താഷ്കണ്ടിലാണ്. ആ മീറ്റിംഗ് അവിടെയാണ് നടക്കുന്നത്. അല്ല, ഒരു കാലത്ത് USSRന്റെ ഏറ്റവും, അതായത് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നപ്പം അവരുടെ മിക്ക യോഗങ്ങളും പരിപാടികളും ഒക്കെ നടന്നിരുന്നത് നഗരമായിരുന്നു താഷ്കണ്ട്. കമ്മ്യൂണിസത്തിൻ്റെ മാത്രമല്ല, അവരുടെ ഒരു പവർ സെന്റർ ആയിരുന്നു താഷ്കണ്ട്. നമ്മൾ എങ്ങനെ ഏത് ഫീൽഡ് എടുത്ത് നോക്കിയാലും ഉസ്ബെക്കിസ്ഥാൻ ഇന്ത്യയായിട്ടൊരു പ്രത്യേകമായ കണക്ഷൻ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ എന്ത് വില കൊടുത്ത ഒരു ഇന്ത്യക്കാരൻ നിർബന്ധമായിട്ടും കാണേണ്ട രാജ്യങ്ങളിലൊന്നാണ്. ശരിക്കും ആദ്യത്തെ 5-ൽ 1-2 വരേണ്ട രാജ്യമാണ് ഉസ്ബെക്കിസ്ഥാൻ. നമ്മൾ തായ്ലൻഡിലേക്കൊക്കെ പോകുന്ന പകരം പോകേണ്ടിയിരുന്ന ഒരു രാജ്യമായിട്ട് തോന്നുന്നത് ഉസ്ബെക്കിസ്ഥാനാണ്. പിന്നെ ഉസ്ബെക്കിസ്ഥാനിൽ പോകുന്ന യാത്രക്കാർക്ക് വളരെ കൗതുകം ഉണ്ടാക്കുന്ന ഒന്നാണല്ലോ അരൽസിയുടെ വറ്റിപ്പോയ കടലിന്റെ കഥ. ഒരു കഥ അത് അവിടെ ഒരു പിന്നെ കിവയിൽ ഒരു 100 കിലോമീറ്റർ അപ്പുറത്ത് ഇപ്പോഴും കപ്പലുകളൊക്കെ മരുഭൂമിയിൽ. നമ്മൾ ആ ഒരു ഇമേജിന്റെ ഓർമ്മയിൽ പണ്ട് കമ്പ്യൂട്ടറിലാണ്
സ്ക്രീനിൽ നമ്മൾ ആ ആദ്യ ഇമേജ് കാണുന്നത് ഒരു ഡെസേർട്ടിൽ ഇങ്ങനെ കപ്പൽ നിൽക്കുന്ന ഒരു ഇമേജ്. ഇതെന്താണെന്ന് അന്ന് അറിയില്ല. പക്ഷെ പിന്നെ കുറെ കാലത്തിന് ശേഷമാണ് അവിടെ അവിടെ ഉസ്ബെക്കിസ്ഥാന്റെ നോർത്തേൺ സൈഡിലുള്ള പാകിസ്ഥാൻ, കരകാല പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ റീജിയൻ, അവിടെ റഷ്യന്റെ ഇതിന്റെ ഭാഗം USSR കിട്ടിയ ഡാമുകളുടെ ഭാഗമായിട്ട് ഒരു കടലിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് നിൽക്കുന്നു, ആ കടൽ വറ്റുന്നു, അവിടെ ഡെസേർട്ട് ആവുന്നു. അതിലെ കാറ്റിന്റെ കൂടെ ആ കടലിൽ നിന്നുള്ള ഉപ്പ് പാറിപ്പോയിട്ട് ആ പരിസര പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ പ്രതിസന്ധി വരുന്നു. ഇപ്പൊ അവര് അവിടെ വലിയ തോതിൽ മരങ്ങൾ പിടിപ്പിക്കുന്നുണ്ട്. ഈ കാറ്റിന്റെ കൂടെ വരുന്ന ഉപ്പ് അവിടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മറികടക്കാൻ വേണ്ടിയിട്ട് അവർ ധാരാളമായിട്ട് മരങ്ങൾ പിടിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു അരൽസി ഒരു പക്ഷേ ലോകത്തന്നെ അപൂർവമായിട്ട് ഒരു കാഴ്ചയാണ്. അല്ല, തീർച്ചയായിട്ടും നമ്മൾ ഉസ്ബെക്കിസ്ഥാനെ വളരെ അണ്ടർ റേറ്റ് ചെയ്ത ഒരു രാജ്യമാണ്. അതായത് ഇന്ത്യൻ ടൂറിസത്തിന് ഒരുപാട് സാധ്യതകളുള്ള, തീർച്ചയായിട്ടും നമ്മൾ കണ്ടിരിക്കേണ്ട, പാകിസ്ഥാൻ പോലെ ഓരോ ഇന്ത്യക്കാരനും കണ്ടിരിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നിയ ഒരു രാജ്യമാണ് പിന്നെ ഉസ്ബെക്കിസ്ഥാൻ. കാരണം പാകിസ്ഥാൻ എല്ലാ ഇന്ത്യക്കാരനും ഒരിക്കലെങ്കിലും പോയി അവിടെ കാണുകയാണെങ്കിൽ നമുക്ക് ഇന്നുള്ള പല തെറ്റിദ്ധാരണകളും അതോടുകൂടി തീരും. കാരണം പാകിസ്ഥാനികളൊന്നും ഇന്ത്യയിലേക്കും പറഞ്ഞ പോലെ വരികയാണെങ്കിൽ അവരുടേതും അവസാനിക്കും. രണ്ടു കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധാരണകളുണ്ട്. പിന്നെ താഷ്കണ്ടിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് ആളുകളുമായിട്ട് സംസാരിക്കുമ്പം അവിടെ ഒരു കുറച്ച് പ്രായമുള്ള ആളുകളൊക്കെ പഴയ USSR കാലത്തെ അനുഭവങ്ങൾ ഇങ്ങനെ അതൊരു നല്ല കാലമായിരുന്നു, ജീവിക്കാൻ കുറച്ചുകൂടി സുഖമുള്ള കാലമായിരുന്നു എന്നിങ്ങനെ അവരിങ്ങനെ അയവിറക്കുന്നതായിട്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്താ ആ USSRന്റെ കാലത്തുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്തുള്ള ഒരു അവിടുത്തെ ഒരു ജനജീവിതവും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത്? ഇത് ഞാനിപ്പോൾ ഈ മേഖലകളിലുടനീളം ഇപ്പോൾ റഷ്യയുടെ റിപ്പബ്ലിക്കുകൾ, ബഷ്കോട്ടോസ്ഥാൻ, യുവോഫ, ചെച്നിയ, താർത്താരിസ്ഥാൻ, ഇതിലൊക്കെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. കസാക്കിസ്ഥാൻ. ഇവിടെയൊക്കെ ഉള്ള ഒരു പഴയ തലമുറയിലെ ആളുകൾ പൊതുവെ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് എത്രത്തോളം ശരിയാന്നുള്ളതല്ല. കാരണം പിന്നെ പുതിയ മോഡേൺ എക്കണോമി അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങൾ വരികയും നഗരങ്ങളിലൊക്കെ കൂടുതൽ തൊഴിലവസരങ്ങളും കാര്യങ്ങളൊക്കെ വരികയൊക്കെ ചെയ്തപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ അവഗണിക്കപ്പെട്ടു എന്നുള്ളൊരു തോന്നലുണ്ട്. റഷ്യൻ USSRന്റെ കാലത്ത് അതില്ല. അപ്പോൾ നമ്മൾ റഷ്യയിലൂടെ യാത്ര ചെയ്യുമ്പം ഗ്രാമപ്രദേശങ്ങളിൽ വയസ്സന്മാർ മാത്രമേ ഉള്ളൂ. അതായത് മാമോദീസകൾ അവിടെ ഉണ്ടാവുന്നില്ല, അന്ത്യകൂദാശകൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ എന്നാണ് ഒരാളെന്നോട് തമാശയായിട്ട് പറഞ്ഞത്. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. കാരണം അന്ന് ഗ്രാമങ്ങളിലേക്കൊക്കെ ധാന്യങ്ങളും കാര്യങ്ങളും ഒക്കെ റേഷൻ വഴി സപ്ലൈ ആയിട്ട് വന്നുകൊണ്ട് അത് വിട്ടുകൊണ്ട് ആളുകൾക്ക് പുറത്തൊരു സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. പക്ഷേ ഇന്ന് ഉസ്ബെക്കിസ്ഥാനിലാവട്ടെ, ഈ പഴയ കമ്മ്യൂണിസ്റ്റ് റിപ്പബ്ലിക്കുകളിലാവട്ടെ, അവിടെയൊക്കെ നഗരകേന്ദ്രീകൃതമായിട്ടാണ് വികസനം നടക്കുന്നത്. അപ്പോൾ ആളുകൾക്ക് അങ്ങനെ ഒരു പരാതി വരുന്നുണ്ട്. എന്നാൽ മറുഭാഗത്ത് സാമ്പത്തികമായിട്ട് ഇവരുടെ എക്കോണമി വല്ലാതെ നന്നായിട്ടുണ്ട് റഷ്യൻ കാലഘട്ടത്തെക്കാളും. അതുവരെ മനസ്സിലാക്കുന്നില്ല. റഷ്യൻ കാലഘട്ടത്തിൽ ഒരു ഫിക്സഡ് ആയ ഒരു സാധനം എല്ലായിടത്തും ഒരുപോലെ ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പം ആളുകൾക്ക് ഒരാൾ റെഡിയാണെങ്കിൽ ബിസിനസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി ഉണ്ടാക്കാനോ ഒക്കെ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് നല്ലൊരു ഡെസ്റ്റിനേഷൻ കൂടിയാണ് ഉസ്ബെക്കിസ്ഥാൻ. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഉസ്ബെക്കിസ്ഥാനിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ തയ്യാറുള്ള ആളുകൾക്ക്, പിന്നെ ഇംഗ്ലീഷ് സ്കൂളുകൾ സ്ഥാപിക്കാൻ തയ്യാറുള്ള ആളുകൾക്ക്, അതുപോലെ ആശുപത്രികൾ സ്ഥാപിക്കാൻ തയ്യാറുള്ളവർക്ക് ഒരുപാട് സൗജന്യങ്ങൾ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനും അത് ടാക്സിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് സൗജന്യങ്ങൾ പുറത്തുനിന്നുള്ള ആളുകൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം ആ നിലക്ക് അങ്ങനെ ഒരു ഡെസ്റ്റിനേഷനും കൂടെയാണ് ഉസ്ബെക്കിസ്ഥാൻ. മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേർണിസ്റ്റ് യാത്രകളുടെ മുൻലക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം നിങ്ങളിലേക്ക് എത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.